എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ വന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ചാണ്. അപ്പം ഇന്നത്തെ ന്യൂസ് വന്നതുപോലെ തന്നെ കണ്ണൂരിലെ ഒരു അമ്മ ഒരു കൊച്ചിനെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊന്നു. അപ്പോൾ ആ ന്യൂസ് കണ്ടപ്പോൾ തന്നെ എനിക്കിങ്ങനെ ഭയങ്കര ഒരു സംശയം ഉണ്ടായിരുന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കയറി വന്നൊരു കാര്യം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ തന്നെയാണ്. അത് കൊച്ചിന് 2 മാസം മാത്രം പ്രായമുള്ളതുകൊണ്ട്. അത് മാത്രമല്ല, ആ കിണർ മുഴുവൻ ഇത്ര ഗ്രില്ലിട്ട് ആ കിണറിൻ്റെ ഉള്ളിൽ കൂടെ കറക്റ്റ് ഈ കൊച്ച് എങ്ങനെ കിണറ്റിലേക്ക് പോയെന്ന് ഞാൻ ആ ന്യൂസ് കണ്ടപ്പോൾ ചിന്തിക്കുകയും ചെയ്തു. ഇനി ഇന്ന് അമ്മേനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ച് സംസാരിക്കാം. ഇത് 2013 ഈ കോൺസെപ്റ്റ് ആദ്യമായിട്ട് വരുന്നത് തന്നെ. അപ്പം ഒരുപാട് സ്ത്രീകൾ സഫർ ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. ആ ഡിപ്രഷനെ മറ്റുള്ളവർ കാണുമ്പോൾ അത് അവക്കടെ അഹങ്കാരമാണ്, അത് അവക്കടെ ഹുങ്കാണ്, അല്ലെങ്കിൽ അവൾക്ക് നല്ല പെട കിട്ടാത്ത കുഴപ്പമാണ്, അവക്കടെ കെട്ടിയവന് കഴിവില്ലാത്തതുകൊണ്ടാണ് എന്നുള്ള ഒരുപാട് പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ കേൾക്കാറുണ്ട്. കെട്ടിയവന്മാരാണെങ്കിൽ പറയും എൻ്റെ അമ്മ 10 പെറ്റതാണല്ലോ, അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ആ പ്രശ്നമില്ലല്ലോ എന്നൊക്കെ പറയും. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ളത് ഭയങ്കര ഒരു കണ്ടീഷനാണ്, ഒരു വലിയൊരു മെൻ്റൽ പ്രോബ്ലമാണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു പ്രശ്നമാണ്. നമുക്ക് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ തന്നെ ജീവിതത്തെക്കുറിച്ച് യാതൊരുവിധ ഹോപ്പും ഇല്ലാതെ ആവുക, അല്ലെങ്കിൽ നമുക്കൊരു മുന്നോട്ടെന്നുള്ളൊരു ചിന്തയില്ലാതാവുക. അപ്പോൾ ഡിപ്രഷനിൽ വീണ് പോയ ആളുകൾക്കറിയാം അത് എത്രത്തോളം വലിയൊരു കാര്യമാണ് എന്നുള്ളൊരു കാര്യം. അതിൽ നിന്ന് പുറത്ത് വരിക എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ്. ഇനി പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് നമ്മുടെ സൊസൈറ്റി തന്നെ കാരണമാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ സൊസൈറ്റിക്ക് മുമ്പ് കാരണമാവുന്നത് നമ്മുടെ വീട്ടുകാർ തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഉടനീളം കേട്ട് കഴിയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ കൂടെ നിങ്ങളും കടന്നു പോയിട്ടുള്ളത്. ഒരു സ്ത്രീക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ആ സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന കുറേ മെൻ്റൽ ട്രോമകളും പിന്നെ പ്രസവിച്ച് കിടക്കുന്ന ആ സമയത്ത് ആൾക്ക് കിട്ടുന്ന മെൻ്റൽ ട്രോമകളുമാണ്. അപ്പം പലപ്പോഴും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഭർത്താക്കന്മാരുടെ വീട്ടിലായിരിക്കും പലപ്പോഴും നമ്മൾ ചിലവഴിക്കുന്ന ആവശ്യമില്ലാത്ത റെസ്റ്റ് കിട്ടുക, ആവശ്യമില്ലാത്ത കുത്തുവാക്കുകൾ പറയുക. നമ്മൾ അവിടുത്തെ ഒരു ആളല്ല എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ കിട്ടുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് നമ്മളിങ്ങനെ പതുക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് അഗ്രവേറ്റ് ആവും നമ്മൾ പ്രസവിച്ച് കിടന്ന് കഴിയുമ്പോൾ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കാര്യം. ഇനി പോസ്റ്റ്മോർട്ടത്തിലേക്ക് വരുമ്പോൾ, പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഉള്ള ഇതാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ സമയത്തിൽ ഏറ്റവും വലിയൊരു കാരണം ഹോർമോണൽ ചേഞ്ച് ഒരു കാരണമാണെന്നിരിക്കെ തന്നെ ഏറ്റവും വലിയൊരു കാരണം നിങ്ങൾ ഗൂഗിളൊക്കെ എടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇൻലോസിൻ്റെ കൂടെയുള്ള ഒരു താമസമാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് അഗ്രവേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് നമ്മുടെ സ്വന്തം അമ്മയായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ ആരും, പ്രത്യേകിച്ച് ആദ്യത്തെ ഡെലിവറി ആകുമ്പം അവർ കാണിക്കുന്ന ഇഷ്ടക്കേടുകളോടൊന്നും നമുക്ക് തിരിച്ച് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് റിയാക്ട് ചെയ്യാൻ പറ്റാതെ എല്ലാം ഉള്ളിലൊതുക്കി നമ്മൾ ആ കടന്നു പോകുന്നൊരു സമയം നമുക്ക് വളരെയധികം ഡിപ്രഷൻ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഓക്കെ, അപ്പം ഒന്നാമത്തെ ഒരു കാര്യം ഉറക്കമില്ലായ്മ. പല സ്ത്രീകളും കുഞ്ഞ് ഡെലിവറി ആയി കഴിഞ്ഞ് 28 ദിവസം കലണ്ടറിലേക്ക് നോക്കിയിരിക്കും അമ്മായിമ്മമാർ. 28 ദിവസം ആകുമ്പോൾ തന്നെ ആ ചടങ്ങ് ഏതാണോ ആ ചടങ്ങ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരണമെന്ന് പറയും. അപ്പം എല്ലാവരും ഒന്ന് ഓർക്കുക, ഒരു സ്ത്രീ പ്രസവിച്ച് കഴിഞ്ഞ് കഴിയുമ്പം പറയും സുഖപ്രസവമായിരുന്നല്ലേ. സുഖപ്രസവമാണെന്ന് പറയുമ്പോൾ കുഞ്ഞിറങ്ങി വരുന്ന സ്ഥലത്ത് 2 വയസ്സത്തേക്കും കീറി ഇമ്മിണി സ്റ്റിച്ചിട്ടിട്ടുണ്ടാവും. അപ്പം പറയും അവരത് അനുഭവിച്ചതല്ലേ, ഞങ്ങളൊന്ന് കുറേ അനുഭവിച്ചതല്ലേ എന്ന് അമ്മമാരും പറയും. പക്ഷേ നിങ്ങളൊന്ന് ഓർക്കുക, നിങ്ങളുടെ കാലത്തും ഈ ഡിപ്രഷൻസ് ഉണ്ടായിരുന്നു. നിങ്ങളത് പല രീതിയിൽ നിങ്ങളത് കാണിച്ച് ഇരുന്നിട്ടും ഉണ്ടാവും. പക്ഷെ അന്നെന്നൊക്കെ പറഞ്ഞാൽ 90 ദിവസവും സ്ത്രീകളുടെ വീട്ടിലിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ പല സ്ത്രീകളും ഈ ഉണങ്ങാത്ത മുറിവ് പലർക്കും അവിടെ പഴുക്കും. കാലിൻ്റെ ഇടയ്ക്ക് ചൊടിയുടെ ഇടയ്ക്കുള്ള ഈ സ്റ്റിച്ചുകൾ പലർക്കും പഴുക്കും. അത് ഈ ലോകം മുഴുവൻ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ, എനിക്ക് ഇന്ന സ്ഥലത്ത് പഴുത്തിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ ഈ വേദനകൾ സഹിച്ചിട്ടാണ് പല സ്ത്രീകളും ഭർത്താക്കന്മാരുടെ വീട്ടിലേക്ക് പോകണം. അവർക്ക് ആവശ്യത്തിനൊരു റെസ്റ്റ് ഇല്ല. ശരിക്കും ഒരു 90 ദിവസം നല്ല രീതിയിൽ അവർക്ക് ഉറങ്ങാനോ നല്ല ഫുഡ് കഴിക്കാനും ഈ കൊച്ചിനെ ഒന്ന് നോക്കി കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി സിസേറിയൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പറയും കൊച്ചു വന്നത് അറിഞ്ഞതേ ഇല്ല. ശരിയാ, സിസേറിയൻ ചെയ്ത് കഴിയുമ്പോൾ കൊച്ചു വരുന്നത് അറിയത്തേ ഇല്ല. പക്ഷെ അത് കഴിഞ്ഞ് കൊടുത്ത മയക്കാനുള്ള മരുന്ന്, അനസ്തേഷ്യ മരുന്നിൻ്റെ എഫക്റ്റ് കഴിഞ്ഞ് 6 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളൊന്ന് തുമ്മാൻ ഒരുപാട് ആഗ്രഹിക്കും. അടുത്തൊരു 10-28 ദിവസത്തേക്ക് ഒന്ന് തുമ്മിക്കഴിയുമ്പോൾ തന്നെ അവിടെ കീറി മുറിച്ച് വെച്ചേക്കുന്ന എല്ലാം പുറത്തേക്ക് വരുന്ന ഒരു ഫീല് നമുക്കുണ്ടാവും. പല സ്ത്രീകളും 28-30 ദിവസം കഴിഞ്ഞ് ഈ ഭർത്താക്കന്മാരുടെ വീട്ടിലേക്ക് വരുന്ന ഒരിക്കലും അങ്ങനെ വരണം എന്ന് ആഗ്രഹിച്ചിട്ട് വരുന്നവരല്ല. കാരണം സ്വന്തം അമ്മ തരുന്ന പരിഗണന ഈ ലോകത്ത് ഒരു ഇൻലോസും കൊടുക്കാൻ പോകുന്നില്ല. ഇൻലോസിൻ്റെ വീട്ടിലുള്ളവരോ കൊടുക്കാൻ പോകുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലോ
രാത്രി ഒരു ഉറക്കം എന്ന് പറഞ്ഞ സംഭവം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താ പറ്റുന്നത്, ഒരു ഡിപ്രഷൻ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷെ പല സ്ത്രീകൾക്കും ഉറക്കം കിട്ടാറില്ല. അതിന് മെയിനായിട്ടുള്ള കാരണങ്ങൾ നമ്മുടെ സൊസൈറ്റി കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടികളെ മര്യാദയ്ക്ക് ഉറക്കാൻ സമ്മതിക്കത്തില്ല. എന്തു വന്നാലും ശരി, കുട്ടികൾക്ക് എന്താ പറയുന്നത്, നമ്മുടെ ഈ അരവശം ഉണ്ടാകാൻ വേണ്ടി തുണി കെട്ടണം എന്നാണ് അവർ പറയുന്നത്. തുണി കെട്ടുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത്? തുണി കെട്ടുമ്പോൾ സംഭവിക്കുന്ന ഈ കുട്ടികൾ ഫ്രീക്വൻ്റായിട്ട്, ചെറിയ പിള്ളേർ ഫ്രീക്വൻ്റായിട്ട് മൂത്രമൊഴിക്കും, അവർ നനയും, അവർ എണീക്കും. അവർക്ക് ഒരിക്കലും കംഫർട്ടബിൾ ആയിട്ടുള്ള ഉറക്കം കിട്ടത്തില്ല. നമ്മൾ ചില വീടുകളിലൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ചില ഇൻലോസിൻ്റെ വാശിയാണ് എങ്കിൽ ഈ തുണികൾ കെട്ടുന്നതുകൊണ്ട് യാതൊരു പ്രത്യേക വിധത്തിൽ യാതൊരു ഉപയോഗം ഉണ്ടാവില്ല. നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ബട്ടക്സും ഈ അരയൊക്കെ ഉണ്ട്. പക്ഷെ അവരാരും തുണി കെട്ടിയിട്ടല്ല ഇതുണ്ടാവുന്നത്. ഏതൊരു കുട്ടിയുടെയും ശരീരം വളർന്നു വരുന്ന മെയിൻലി അവരുടെ ഒരു ജനറ്റിക് ഫാക്ടറാണ്. അപ്പം ഇതുകൊണ്ട് ആർക്കാണ് ഏറ്റവും വലിയ നഷ്ടം? ഈ അമ്മയ്ക്ക് തന്നെയാണ് ഏറ്റവും വലിയ നഷ്ടം. കാരണം അമ്മയ്ക്ക് ഉറക്കമില്ല. കാരണം പിള്ളേർ ഉറങ്ങിയാലേ അമ്മ ഉറങ്ങത്തുള്ളൂ. രണ്ടാമത്തെ ഒരു ഫാക്ടർ, എല്ലാ 2 മണിക്കൂറും കൂടുമ്പം ഉറങ്ങിക്കിടക്കുന്ന പിള്ളേരെ തട്ടി എണീപ്പിച്ച് പാല് കൊടുക്കണം. അത് പല അമ്മായിമ്മമാർക്കും വളരെ നിർബന്ധമാണ്. കൊച്ചു നന്നാവുന്നില്ല. ജനിച്ചു കഴിഞ്ഞിട്ട് 10 ദിവസം കഴിയുമ്പോഴാണ് ഈ അമ്മായിമ്മമാരൊക്കെ ഈ സ്ത്രീകളുടെ വീട്ടിലേക്കൊന്ന് വരുന്നത് കാണാൻ. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും 100 കുറ്റ, കൊച്ചു നന്നായില്ല, അല്ലെങ്കിൽ നമുക്ക് വണ്ണം വെച്ച് നമ്മുടെ വീട്ടുകാരുടെ കുഴപ്പമാണ്, അല്ലെങ്കിൽ കൊച്ചു നന്നാവാത്ത വീട്ടുകാരുടെ കുഴപ്പമാണ്, പാലില്ലാത്ത വീട്ടുകാരുടെ കുഴപ്പമാണ്, പാലില്ലാത്ത വീട്ടുകാർ ഫുഡ് കൊടുത്തതിൻ്റെ കുഴപ്പമാണ്. ഇങ്ങനെ 100 കുത്തുവാക്കുകളാണ് ഓരോ സ്ത്രീകളും കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാവരും ഒന്ന് ഓർക്കുക, ഈ പാലില്ലാത്തതും കൊച്ചു വണ്ണം വയ്ക്കാത്തതും വണ്ണം കുറയുന്നതും ഇതിനൊക്കെ കാര്യം ഒരു ജനറ്റിക് ഫാക്ടറാണ്. അതൊരിക്കലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ കണ്ണൊക്കെ നീട്ടി പിരിവൊക്കെ നീട്ടി തരും. അങ്ങ് നീളട്ടെ എന്ന് പറയും. എവിടെ നീളാൻ? കുറച്ച് വളർന്നു കഴിയുമ്പോൾ നമുക്ക് തോന്നും അപ്പൻ്റെ അമ്മയുടെ കണ്ണും മുടിയൊക്കെ തന്നെയാണ് എല്ലാവർക്കും കിട്ടാറുള്ളൂ. അല്ലാതെ നീട്ടി വലിച്ച് എഴുതിയതുകൊണ്ട് നമുക്ക് ഒരിക്കലും അങ്ങനെ നമുക്ക് ആവാൻ പോകുന്നില്ല. ഓക്കെ, അപ്പം പ്രസവിച്ച് കിടക്കുന്ന ഒരാൾക്ക് ആരെങ്കിലും ഒന്ന് സഹായിക്കാനുണ്ടെങ്കിൽ, ആ കുഞ്ഞിനെ ഒന്ന് എടുത്ത് പിടിച്ച് കുറച്ച് നേരം ഒന്ന് ആശ്വസിപ്പിക്കാനുണ്ടെങ്കിൽ നമുക്ക് വളരെ ഉപകാരമായിരിക്കും ഈ ഉറക്കം. പിന്നെ നമുക്ക് സ്പൗസിൽ നിന്ന് പരിഗണന കിട്ടാത്തത്, അതാണ് ഈ ലോകത്ത് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ ലൈഫിൽ നമുക്ക് ആകെ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ വേദനകൾ, ഇപ്പോൾ നോർമൽ ഡെലിവറി കഴിഞ്ഞവരുടെയൊക്കെ ചിലരുടെയൊക്കെ ഈ കാലിൻ്റെ ഈ ഇടുക്കിൻ്റെ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അത് പസ് വരും, വലിയ ഹോളായിട്ട് പസ് വരുന്നവരുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരുടെ വീട്ടിൽ പോയിട്ട് എല്ലാവരോടും പറയാനും എൻ്റെ അവിടെ പഴുത്തിരിക്കാമെന്ന് പറയാൻ പറ്റത്തില്ല. അത് മനസ്സിലാക്കി നമുക്കൊരു റെസ്റ്റ് തരികയും നമ്മളെ ഒന്ന് മനസ്സിലാക്കി ആ തുണികളൊക്കെ ഒന്ന് മാറ്റിയിടാൻ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഒന്ന് കുറച്ചേരം എടുത്തു പിടിക്കാനോ ഒക്കെ നമ്മൾ ചെയ്യേണ്ട ഭർത്താക്കന്മാരാണ്. ഇങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്ന് സപ്പോർട്ടില്ലാതെ വരുമ്പോഴാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യത്തിന് കുത്തുവാക്കുകൾ, നമ്മുടെ വീട്ടുകാരെ കുറിച്ച് ഓരോന്ന് പറയുമ്പോഴൊക്കെ ഭർത്താക്കന്മാർ ഞാനൊന്നും അറിഞ്ഞില്ലേ, ഇതൊന്നും എൻ്റെ പാർട്ടല്ല എന്നുള്ള രീതിയിൽ മാറി നിൽക്കുമ്പം ഈ സ്ത്രീകൾക്ക് കിട്ടുന്ന ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു ഡിപ്രഷനാണ്. നമ്മുടെ കൂടെ നിൽക്കേണ്ടത് നമ്മുടെ ഭർത്താക്കന്മാരാണ്. നമ്മളെ കുത്തി പറയുമ്പോഴും നമ്മളെ വേദനിപ്പിക്കുമ്പോഴും അതെല്ലാം മനസ്സിലാക്കേണ്ട ഭർത്താക്കന്മാരാണ്. പക്ഷെ ചില ഭർത്താക്കന്മാർക്ക് ഒരു തോന്നലുണ്ട്, നമ്മുടെ അടുത്ത് ഇച്ചിരി നേരം വന്നിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഇത്തിരി നേരം നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി ഒന്നിരുന്ന് കഴിഞ്ഞാൽ പുറത്ത് കൂട്ടുകാരന്മാർ കോന്തന്മാരെന്ന് വിളിക്കുമെന്ന്. പക്ഷെ ഓർക്കുക, ഒരു പെണ്ണിൻ്റെയും ഒരാണിൻ്റെയും സ്നേഹത്തിൽ നിന്നാണ് ഒരു കുഞ്ഞ് വരുന്നത്. ആ പെണ്ണ് ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടാവും ഈ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പം 2 പേരുടെയും ഉത്തരവാദിത്വമാണ് ഒരു കുഞ്ഞ് ജനിച്ച് വളരുക എന്നുള്ളത്. ആദ്യത്തെ ഒരു 6 മാസത്തേക്ക് അല്ലെങ്കിൽ 1 വർഷത്തേക്കെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുകയും നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കുകയും നമ്മുടെ കുഞ്ഞിനെ ഒന്ന് എടുത്തു പിടിക്കുകയും രാത്രി ഉറക്കമില്ലാത്ത രാത്രികളിൽ ഒരു ഇച്ചിരി നേരം ഒന്ന് എണീറ്റ് പിടിക്കുകയും കുഞ്ഞിനെ ഒന്ന് ഉറക്കി കൊടുക്കുകയും നമുക്ക് ഉറങ്ങാനുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ അളവ് വളരെ വലുതായിട്ട്, വളരെ വലിയ തോതിൽ അത് കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊന്നുമില്ലാതെ സ്ത്രീകൾ അങ്ങ് സഫർ ചെയ്യുക, അതായത് എല്ലാം അവളുടെ ഉത്തരവാദിത്തമാണ്. കുഞ്ഞുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കേണ്ട അവരുടെ ഉത്തരവാദിത്തമാണ്. എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ കൂടെ പോകണം, ഞാൻ അവന്മാരെ കണ്ടിട്ട് കുറേ നാളായി എന്നൊക്കെ ചിന്തിക്കുമ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ വീട്ടിലിരിക്കുന്ന സ്ത്രീയും കുറേ നാളുകളായിട്ട് ആരെയും കണ്ടിട്ടില്ല. കുറേ നാളുകളായിട്ട് അവൾ സഫർ ചെയ്യുകയാണ് ഒരു കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട്. അതിനുവേണ്ടി അവൾ പെടുന്ന പാട് ഒരുപാട് വലുതാണ്. അതിൻ്റെ ആ സ്ത്രീ ഒരു 90% മാനസികവും ശാരീരികമായിട്ട് സ്ട്രഗിൾ ചെയ്യുമ്പം ഒരു 10% നമ്മൾ അവരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ നമ്മൾ ഒരുപാട് ഒരു കംഫർട്ടബിൾ ആക്കി കൊടുക്കുകയാണ്. നമ്മൾ ഒരു ജീവനെ അല്ല 2 ജീവനെ നമ്മൾ കൈപിടിച്ച് ഉയർത്തുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി ഓർക്കുക, ഒരു സ്ത്രീ ഡെലിവറി ആവുന്നതോടുകൂടി മാത്രമല്ല പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരുന്നത്.
ആദ്യമേ തൊട്ട് ഈ കുട്ടിക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനുള്ള സാധ്യതകൾ വളർന്ന് അതെല്ലാം മനസ്സിലിട്ട് വലുതാക്കി ഓരോരുത്തരുടെ വാക്കുകൾ കേട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അതെല്ലാം മനസ്സിൽ വളരും. അപ്പം കേൾക്കുന്ന ആൾക്കാർ പറയും അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ച് എന്താ കുഴപ്പം? പക്ഷെ അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമുണ്ട്. നമുക്ക് ഉപദ്രവം ഇല്ലാത്ത രീതി മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. അതിന് നിങ്ങൾക്ക് സന്തോഷം കിട്ടിയാലും സങ്കടം കിട്ടിയാലും നിങ്ങൾക്ക് അവർക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു വാക്കുകൾ കൊണ്ട് പോലും ഇത്തരത്തിലുള്ള സ്ത്രീകളെ ഉപദ്രവിക്കാതിരിക്കുക. അതാണ് സൊസൈറ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഇത് ഒരു പെണ്ണ് പ്രസവിച്ചില്ലെങ്കിൽ പ്രശ്നം, ഗർഭിണി ആയില്ലെങ്കിൽ പ്രശ്നം, പ്രസവിച്ച പ്രശ്നം, കൊച്ച് ക്ഷീണിച്ച പ്രശ്നം, നന്നായ പ്രശ്നം, പ്രധാനമായിട്ടും നാട്ടിൽ നിൽക്കുന്നവരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സഫർ ആവുന്നത്. കാരണം ഈ പ്രസവം അങ്ങ് കഴിയുന്നതോടുകൂടി ഈ പെണ്ണൊരു പാവയാവുകയാണ്. ചുറ്റുമുള്ളവരൊക്കെ അങ്ങ് പറയുന്നു എന്തൊക്കെയോ കേൾക്കുന്നു. ഇവരുടെ മൈൻഡിൽ ആ പറയുന്ന അനുസരിച്ച് നടക്കുന്നു. തൻ്റെ ഹെൽത്ത് നോക്കാനോ അല്ലെങ്കിൽ തൻ്റെ ഉറക്കത്തെക്കുറിച്ച് ചിന്തിക്കാനോ ആരുമില്ല. പ്രസവം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ എല്ലാവരും വന്ന് കൊച്ചിനും ഉമ്മയും കൊടുത്ത് കൊച്ചിനെ അങ്ങ് എടുത്തുകൊണ്ട് പോകും. ഇപ്പുറം കിടക്കുന്ന സ്ത്രീ ആരും നോക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ ലൈഫിലൂടെയൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും കടന്നു പോയിട്ടുണ്ടാവും. അത് ഉറപ്പാണ്. അങ്ങനെ കടന്നു പോകാത്ത സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ്. മനസ്സിലാക്കുക ഭർത്താക്കന്മാരാണെങ്കിലും എല്ലാവരും ഇല്ല. എങ്കിലും ഇപ്പോഴത്തെ ജനറേഷൻ പതുക്കെ അറിഞ്ഞു വരുന്നു വേദനകൾ. അവൾ ഒരുപാട് ബുദ്ധിമുട്ടുകളെയാണ് കടന്നു പോകുന്നത്. അവൾ ഞാനൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. പക്ഷെ സ്റ്റിൽ കുറേ ആളുകൾ ഇതൊന്നും എൻ്റെ പാട്ടല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ട്. ഓർക്കുക, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ ഏറ്റവും വലിയൊരു ഫ്രണ്ടും തൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അത് ഭർത്താവാണ്. നിങ്ങളും കൂടെയും അവരെ ഉപദ്രവിക്കാനും അവരെ കുത്തുവാക്കുകൾ പറയുമ്പം എന്താ പറയുന്നത്, അവർക്ക് നേരെ അവരുടെ കൂടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ അത് വലിയൊരു ഉപദ്രവമാണ് നിങ്ങളുടെ ഭാര്യയോട് ചെയ്യുന്നത്. പിന്നെ ഓർക്കുക, പ്രഗ്നൻസിയുടെ ടൈമിൽ പ്രസവിച്ച് കിടക്കുന്ന സമയത്തും വേദനിപ്പിക്കുന്നവരാരും അവളുടെ അടുത്തേക്ക് വീണ്ടും ഒരു ബന്ധത്തിനോ അല്ലെങ്കിൽ എന്താ പറയുന്നത് പിന്നെ ഒരു നല്ലൊരു സുഹൃത്ത് ബന്ധത്തിനോ ഒരു തരത്തിലുള്ള ബന്ധത്തിനും പോകാതിരിക്കുക. കാരണം നിങ്ങൾ കാരണം ഒരു ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അവൾ നിങ്ങളെ ലൈഫ് ലോങ് വെറുക്കുന്നുണ്ടാവും. പിന്നെ അവർ നിങ്ങളോട് മിണ്ടുന്നുണ്ടെങ്കിൽ അത് മറ്റൊരാളെ കാണിക്കാനോ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളോട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നെന്ന് മാത്രം അവർ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളോട് വെറുപ്പ് മാത്രമായിരിക്കും. ഒരുപക്ഷെ നിങ്ങളെ കാണുന്നതും കൂടി അവർക്ക് വെറുപ്പായിരിക്കും. സോ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണ് ഇതെല്ലാം. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നമ്മുടെ കുഞ്ഞിനോട് വരെ വെറുപ്പ് തോന്നുന്നത്. ഈ കുഞ്ഞ് കാരണമാണ് നമുക്കെല്ലാം വന്നത്, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ എനിക്കൊരു ഭാരമായി എന്നുള്ളൊരു ചിന്ത സ്ത്രീകൾക്ക് ഉടലെടുക്കാനുള്ള ഒരു കാരണം, പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇത് തന്നെയാണ്. അപ്പം മനസ്സിലാക്കുക, അറിഞ്ഞ് സപ്പോർട്ട് ചെയ്യുക. ഇച്ചിരിയൊക്കെ നേരം രാത്രി നമ്മുടെ ഉറക്കം പോയാലും ആ കുഞ്ഞിനെ ഒന്ന് എടുത്ത് പിടിച്ച് ഒന്ന് നടന്ന് അവളെ ഉറങ്ങാൻ സമ്മതിക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യം. താങ്ക്സ് ഫോർ വാച്ചിങ്.